ഹേയ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറച്ച് കാലത്തിന് ശേഷം ഗൈസ് ഞാൻ ഇന്നാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ ലൈഫിൽ എപ്പോഴേലുമൊക്കെ ഞാൻ ഏറ്റവും വേസ്റ്റായിട്ട് നിൽക്കുന്നൊരു മൊമെൻറ്റിൽ ഇത് നാടുവിടൽ ചടങ്ങാണ് എനിക്ക് ദുബായ്. എപ്പോഴും എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്രയും പറ്റില്ല, എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഐ നീഡ് ടു ചേഞ്ച് എന്ന് തോന്നുന്ന മൊമെൻറ്റ്സിൽ ഞാൻ നാടുവിടും. പക്ഷേ ഇപ്രാവശ്യം നാടുവിടൽ ചടങ്ങല്ലായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പീപ്പിൾസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ഫോർ ഷുവർ അവർക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ വലിയ വലിയ ഇഷ്ടങ്ങളോ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. എൻ്റെ ശീലങ്ങൾ വരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ റിയലൈസ് ചെയ്ത ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ട്. സോ ഇപ്രാവശ്യത്തെ ദുബായ് വരവ് എൻ്റെ ഫ്യൂച്ചറാണ്. ദുബായിൽ വരുന്ന ഓരോ വ്യക്തിയും, അതും ജോബ് ഹണ്ടിങ്ങിലൊക്കെ വരുന്ന ഓരോ ആൾക്കാർക്കും അറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. അക്കോമഡേഷൻ്റെ ടൈം ആയിക്കോട്ടെ, ഫുഡിൻ്റെ ടൈം ആയിക്കോട്ടെ. ഞാൻ ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ബെഡ് സ്പേസിലാണ്. ആൻഡ് ഇപ്പോൾ എനിക്കൊരു ജോബ് കിട്ടി. സോ കമ്പനി പ്രൊവൈഡ് ചെയ്ത റൂമാണത്. ഇറ്റ്സ് എ 2 BHK ഫ്ലാറ്റ്. എനിവേ ഞാൻ അവിടെ നിന്ന് കുറച്ച് എൻ്റെ സാധനങ്ങളൊക്കെ അലക്കിയതുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്ന് അങ്ങ് തോരയിട്ടു. ടൈമില്ലായിരുന്നു. ഞാൻ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുമ്പം ചടപടേന്നായിരിക്കും പലതും അവിടെ വെച്ചിട്ട് പോലും ചിലത് കാണാനില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. എൻ്റെ പഴയ ഹോസ്റ്റൽ ലൈഫിലെ ഒരു പാർട്ടാണത്. ബട്ട് എനിക്കിത് ശീലമായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 8th മുതലേ ഹോസ്റ്റലിലാണ്. സോ ഈ പെട്ടി പാക്ക് ചെയ്യൽ എനിക്ക് പുത്തിരിയല്ല ഗൈസ്. ബട്ട് ഇറ്റ്സ് റിയലി ഹാർഡ്. നമ്മളൊരു പ്ലേസിൽ നമ്മളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ മെമ്മറീസ് ഉണ്ട് അവിടെ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു സംഭവമുണ്ട് എനിക്കായിട്ട്. അതേത് മാസത്തിൽ മാറുന്നതോ ഇയറിൽ മാറുന്നതോ ഒന്നുമല്ല, എൻ്റെതായിട്ടുള്ള സ്പേസ് അതെപ്പോഴും ഞാൻ പോകുമ്പോൾ അവിടെ വേണം. ഒരുപാട് കാലങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അത് നടന്നിട്ടില്ല, ബട്ട് ഫോർ ഷുവർ ഞാനത് ഉണ്ടാക്കും. ദെർ വാസ് എ ടൈം ലൈക്ക് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു സമയം. ഞാൻ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് എന്നെ തന്നെ നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ എൻ്റെയർ സെൽഫ് കോൺഫിഡൻസ് ഞാൻ ചോദ്യം ചെയ്തൊരു മൊമെൻറ്റ്. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ച സമയം. ബട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു പല സമയത്തും. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എനിക്കും വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല ശരിക്കും. എന്നാൽ ഞാൻ ചെയ്തു കൊടുത്തവരടുത്ത് നിന്ന് കിട്ടിയ കുറ്റങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോ ഞാൻ വലുത് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ അവരെയല്ല കുറ്റപ്പെടുത്തുക, ഞാൻ എന്നെയായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യമാണോ ഇനി എന്താണെന്ന് എനിക്കറിയില്ല. പിന്നീട് എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന ആൾക്കാർ മുഴുവൻ എന്നെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രായം കൊണ്ടല്ലായിരുന്നു ഞാൻ വലുതായത്, എൻ്റെ ഓരോ എക്സ്പീരിയൻസ് കൊണ്ടായിരുന്നു. അല്ല സൈഡിൽ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു 2023 ഇതുപോലൊരു ചേഞ്ച് ആഗ്രഹിച്ച് ബാംഗ്ലൂർ പോയതാണ്. ആ ഒരു ടൈമിലൊന്നും എനിക്കുണ്ടല്ലോ വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ ആ ജോബിന് കയറിയത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം OLXലൊരിത് കണ്ടു. ഞാൻ വെറുതെ അവർക്ക് CV അയച്ചു. അവർ വരാൻ പറഞ്ഞു, ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അത് കഴിഞ്ഞൊരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് ഞാൻ കണ്ട എനിക്ക് എൻ്റെ ലൈഫിൽ അതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ എന്നെ അങ്ങനെ വെറുത്തിട്ടില്ല. നമ്മളെന്ത് ചെയ്യാം, നമ്മുടെ പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ലോസ്റ്റ് ആവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. എനിക്ക് എന്നെ അങ്ങനെ മൊത്തത്തിൽ എനിക്കൊക്കെ ഒരു ഡ്രീം, എല്ലാവർക്കും ഉണ്ടാവും ഡ്രീം. ഏത് നടക്കില്ലേന്നൊന്നുമല്ല, എല്ലാ ചെറിയ ചെറിയ മനസ്സിലും ചെറിയ കൊച്ചു ഡ്രീംസൊക്കെ ഉണ്ടാവും. പക്ഷേ 18, 19, 20 ഞാൻ കണ്ട സ്വപ്നം തോറ്റു കൊടുക്കരുത് എന്നുള്ള സ്വപ്നമായിരുന്നു. എനിക്ക് നാളെ ഒരു ഫ്യൂച്ചറുണ്ട്. എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആക്കാം, ഞാൻ കാണുന്ന എൻ്റെ ഫ്യൂച്ചറിൽ എന്തെല്ലാം വേണം വേണ്ട എന്നുള്ളൊരു ശരിയായ ധാരണ എനിക്കുണ്ടായിരുന്നു. എല്ലാവരുടെ സ്വപ്നം പോലെ ഇത് ഉമ്മനും ഉപ്പനെയും നിലയിലേക്ക് നോക്കണം, ഒരു വീട് വെക്കണം, അതൊന്നും അല്ലായിരുന്നു എനിക്ക്. ഐ വാസ് ലുക്കിംഗ് ഫോർ എ ഫാമിലി. ഞാൻ ശരിക്കും എനിക്ക് എന്ന് പറയാനൊരു ഫാമിലിനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ വിഷമങ്ങൾ പറയാൻ കുറച്ച് ആൾക്കാർ, എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ഓടി വരാൻ ആരെങ്കിലും. ബേസിക്കായിട്ടൊരു ഹ്യൂമണിന് വേണ്ട കുറച്ച് സാധനങ്ങളായിരുന്നു ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ 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 കാര്യങ്ങൾ എനിക്ക് ചെയ്തത് ഇപ്പോൾ ഞാൻ വിചാരിക്കും ലവ് ഓഫ് മൈ ലൈഫ് അവിടെ പാളി ഗൈസ്. എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഈവൻ ഇപ്പോഴും ഒരു ഡ്രീം കിടക്കുന്നുണ്ട് ഉള്ളിൽ. ആ ഒരു ഡ്രീമിനെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് കിട്ടിയ അടി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ ആയിക്കോട്ടെ, എൻ്റെ സൊസൈറ്റി വാസ് ജഡ്ജിങ് ലൈക്ക് അവളങ്ങനെ ചെയ്തു, അവളിങ്ങനെ ചെയ്തു.
ബട്ട് എന്നെ ഞാൻ ജഡ്ജ് ചെയ്യാത്തൊരു ടൈമായിരുന്നു. സോ ഈ അപ്പാർട്ട്മെൻറ്റ് എൻ്റെ കമ്പനീൻ്റെ ഓണർ മുമ്പ് താമസിച്ചിരുന്നായിരുന്നു. അവരുടെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിപ്പോൾ ഞങ്ങൾ 2 പേരാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. വേറൊരു കൊച്ചു കൂടിയും വരാനുണ്ട്. അവൾ മൺഡേ വരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് 2 days കഴിഞ്ഞിട്ട് വരുന്നതാണ് പറഞ്ഞത്. നിൻ്റെ പ്രായത്തിലുള്ള അവർക്കൊക്കെ ഇല്ലാത്ത എന്ത് കൊമ്പാണ് നിനക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ പറയും, ഇതായിരുന്നു ആ കൊമ്പ്. പ്ലേസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എൻ്റെത് എന്ന് പറയാൻ നമുക്കേത് നമ്മൾ പോലും അറിയാതെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. ഏതൊരു മനുഷ്യനും ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ചില ആൾക്കാരില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ കൂടിയത് കൊണ്ടോ. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേഴ്സൺസ്, ഒരാളെ പൊട്ടത്തരം, മറ്റാളെ സാഹചര്യം. എൻ്റെ എൻ്റെയർ ലൈഫ് ഞാൻ മേ ബി കുറേ കണ്ണീര് കുടിച്ച് ഞാൻ ചെയ്ത തെറ്റിനാവില്ല. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവരെടുത്താണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്യുന്ന പൊസിഷനിലേക്ക് എൻ്റെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന 2 വ്യക്തികൾ. എൻ്റെ ലൈഫിൽ ഞാൻ ആയിട്ട് ഒന്നും തൊലച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും, ഓളം നടത്തം കാണേനു, ഇങ്ങനൊന്നും അല്ലായിരുന്നു. എൻ്റെ ഇല്ലായ്മത്തരെ ചൂണ്ടിക്കാണിച്ചിട്ട് അതെനിക്ക് കിട്ടില്ല. അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോനോ, അവരെനിക്കൊരു മോട്ടിവേഷനാണ്. കാരണം അവിടെയാണ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രീം എനിക്ക് ജയിക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ് ആയിട്ട് നിന്നിട്ടല്ല കേട്ടോ ഇതൊന്നും പറയുന്നത്. എൻ്റെ 0 നിന്നിട്ടാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നി, അല്ലെങ്കിൽ ആരുമില്ല എനിക്കെന്ന് തോന്നുന്നൊരു മൊമെൻറ്റ് നിങ്ങൾ ഇതിന് മുമ്പ് അനുഭവിക്കാത്ത, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കലിയും മെൻ്റലിയും നിങ്ങളുടെ ബോഡി പോലും അതിന് റിയാക്ട് ചെയ്യുന്നില്ല. യു ആർ ഹാഫ് ഡെഡ്. അങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ വൺസ് എപ്പോഴേലൊക്കെ ഒരാളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. എപ്പോഴും ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ സൂയിസൈഡ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എന്നെക്കാളും ബെറ്റർ ആയിട്ട് ആരാളുള്ളത്. ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർ എ ബെറ്റർ വേർഷൻ ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ് ഇൻ മൈസെൽഫ്. സോ ദിസ് എൻ്റയർ വ്ലോഗ് ഈസ് ഫോർ ദാറ്റ് ബാഡീസ്, ലൈക്ക് കുടുംബത്തിൽ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച ജനനം. അങ്ങനെ കുറച്ച് മുഖങ്ങളുണ്ട്. ഇതവർക്ക് വേണ്ടിയിട്ടാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാൾക്കും പറയാൻ ഒരു സ്റ്റോറി ഉണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരെന്താ ചെയ്തതെന്ന് പറയാൻ ഇവർക്ക് തന്നെ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ്. ഇപ്പോൾ ഈ ഓടിപ്പോകുന്നത് വരെ പ്രശ്നത്തിലോട്ടാണ്. ബട്ട് എനിക്കൊരു സാധനം കിട്ടി, ദ കോൺഫിഡൻസ്. ഞാൻ ഒരുപാട് കാലം മുമ്പ് കൊണ്ട് കളഞ്ഞ ആ സാധനം. വലിയ വലിയ ആൾക്കാരൊക്കെ പറയട്ടെ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പക്ഷെ അവർ പറഞ്ഞു തന്നിട്ടില്ല അവരെങ്ങനെ കഷ്ടപ്പെട്ടത് എന്നുള്ളത്. എല്ലാവരും ചിലത് വിഴുങ്ങും. അവനവൻ്റെ കഥയിൽ അവനവനാണല്ലോ നടൻ നടി. സോ എൻ്റെ കഥയിൽ ഞാൻ തന്നെയായിരുന്നു വില്ലനും, ഞാൻ തന്നെയായിരുന്നു നടിയും, എല്ലതും ഞാൻ തന്നെയായിരുന്നു. ടെമ്പററി ആയിട്ട് ടിക്കറ്റ് എടുത്ത് കയറിയവരൊക്കെ അവർ പോയി. സോ അവരല്ല കാരണം. ആ ടെമ്പററി ടിക്കറ്റ് കൊടുത്ത ഞാനാണ് കാരണം. ഒരുപാട് കാലം ജീവിച്ച എക്സ്പീരിയൻസിൽ പറയല്ല, ചെറുകാലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയൊരു എക്സ്പീരിയൻസിൽ പറയാണ്. സക്സസ് ആവാനുള്ള ഫസ്റ്റ് പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ ഇതിനെ കുറേ മുമ്പ് ചെറിയ കുട്ടിയായപ്പോൾ ഇങ്ങനെ പറയായിരുന്നു. സോ ഐ വിൽ ബി കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ അറ്റ് ദി ഏജ് ഓഫ് 25. ഞാൻ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആയിരിക്കും. ആൻഡ് ഐ ആം സേയിങ് ഇറ്റ് അഗെയിൻ ഫോർ ഷുവർ, ഞാനായിരിക്കും. That's my confidence, guys. For sure I can do that. പറ്റും. സോ ട്രൈ. എങ്ങാനും പുതിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ